ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ദീപക് മല്ലു വ്ളോഗർ. ഞാനൊരു പുതിയൊരു വീഡിയോ വ്ളോഗുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരാഴ്ചയിലെ OTT റിലീസ് അപ്ഡേറ്റുകളും അതുപോലെ തന്നെ അപ്കമിംഗ് ആയിട്ട് റിലീസ് ചെയ്യുന്ന കുറച്ച് OTT റിലീസ് അപ്ഡേറ്റുകളെ കുറിച്ചുള്ള ഒരു വീഡിയോ വ്ളോഗാണ്. ഈ ഒരാഴ്ചയിൽ മലയാള ചിത്രങ്ങൾ വളരെ കുറവാണ്. 1-2 ചിത്രങ്ങൾ മാത്രമേ മലയാളത്തിലുള്ളൂ. അന്യഭാഷ ചിത്രങ്ങളാണ് കൂടുതലും OTT റിലീസിന് എത്തുന്നുള്ളത്. അപ്പോൾ നമുക്ക് സമയം വെച്ചാക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചെറിയ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനോട് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന OTT റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് മുമ്പിലേക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ്, ഫസ്റ്റ് ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. പരിവാർ എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ പ്രശാന്ത് അലക്സാണ്ടർ, ജഗദീഷ്, ഇന്ദ്രൻസ് എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു കോമഡി ഡ്രാമോദി കാറ്റഗറിയിൽ പെടുത്താവുന്ന ചിത്രമായിരുന്നു പരിവാർ എന്ന് പറയുന്നത്. ചിത്രം ഇപ്പോൾ ആമസോൺ പ്രൈമിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ കാണാൻ താല്പര്യമുള്ള ചിത്രം ആമസോൺ പ്രൈമിലൂടെ ചിത്രം കാണാവുന്നതാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു ഇംഗ്ലീഷ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ക്ലീനർ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ഡേയ്സ് റെഡ്ലിൻ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു മാസ് ആക്ഷൻ ത്രില്ലർ കാറ്റഗറിയിൽ എടുത്തുവന്ന ചിത്രമായിരുന്നു ക്ലീനർ എന്ന് പറയുന്നത്. ഈ ചിത്രം ഈ വരുന്ന ജൂൺ മാസം 27 ലയൺസ് ഗേറ്റ് OTT പ്ലാറ്റ്ഫോമിലൂടെയും അതുപോലെ തന്നെ ആമസോൺ പ്രൈമിലൂടെയും സ്ട്രീമിംഗ് ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ആസാദി എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. ഇവിടെ ശ്രീനാഥ് വാസി, അതുപോലെ തന്നെ ലാൽ, സൈജു കുറുപ്പ്, വാണി വിശ്വനാഥ് എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ആക്ഷൻ ത്രില്ലർ കാറ്റഗറിയിൽ എടുത്തുവന്ന ചിത്രമായിരുന്നു ആസാദി എന്ന് പറയുന്നത്. കഴിഞ്ഞ മാസം തിയേറ്ററിൽ തിയേറ്ററിൽ കുഴപ്പമില്ലാത്ത വിജയം നേടിയെടുത്തിട്ടുള്ള ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയുള്ളത് മനോരമാക്സ്, സൺനെക്സ്റ്റ് അതുപോലെ തന്നെ സിംപ്ലി സൗത്ത് ആണ്. ചിത്രം ഈ വരുന്ന ജൂൺ മാസം 27 മനോരമാക്സിലൂടെ മലയാള ഭാഷയിലും അതുപോലെ തന്നെ സൺനെക്സ്റ്റിലൂടെയും സിംപ്ലി സൗത്തിലൂടെയും തമിഴ് ഭാഷയിലൂടെയും ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തെലുങ്ക് മൂവിയുടെ തമിഴ് ഡബിനെ കുറിച്ചൊരു അപ്ഡേറ്റ് ആണ്. ഇവോൾ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. ഇവിടെ ശിവകുമാർ, അതുപോലെ തന്നെ ജെന്നിഫർ ഇമാനുവൽ, സൂര്യ ശ്രീനിവാസ് എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ലവ് ആക്ഷൻ ഡ്രാമ എടുത്താവുന്ന ചിത്രമായിരുന്നു ഇവോൾ എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷം തിയേറ്ററിൽ കുഴപ്പമില്ലാത്ത വിജയം നേടിയെടുത്തിട്ടുള്ള ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയുള്ള നമ്മുടെ ആഹാ തമിഴും അതുപോലെ തന്നെ ടെൻഡകോട്ടയാണ്. ചിത്രം ഈ വരുന്ന ജൂൺ മാസം 27 ആഹാ തമിഴിലൂടെയും ടെൻഡകോട്ടയിലൂടെയും ചിത്രം തമിഴ് ഭാഷയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടി. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ജ്വര കയ്യാൽ തട്ടുങ്ക എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ യോഗി ബാബു, ആരിഷ് പേരാടി, അതുപോലെ ഷാദി റാവു എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഫാൻറ്റസി മിസ്റ്ററി ത്രില്ലർ കാറ്റഗറിയിൽ എടുത്ത ചിത്രമാണ് ജ്വര കയ്യാൽ തട്ടുങ്ക എന്ന് പറയുന്നത്. ചിത്രം ഓൾറെഡി ആമസോൺ പ്രൈമിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു 2 ആഴ്ച മുമ്പേ. ഇപ്പോൾ ഈ ചിത്രം സിംപ്ലി സൗത്തിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് മറ്റൊരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. അമ്പി എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ്. നമ്മുടെ റോബോ ശങ്കർ, അതുപോലെ തന്നെ ഗഞ്ച കറുപ്പ്, ഇമാൻ അണ്ണാച്ചി, രമേഷ് ഖന്ന, അശ്വിനി രാജശേഖർ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു കോമഡി ഡ്രാമ കാറ്റഗറി എടുത്ത ചിത്രമായിരുന്നു അമ്പി എന്ന് പറയുന്നത്. കഴിഞ്ഞ മാസം തിയേറ്ററിൽ വലിയൊരു വിജയം നേടാതെ പോയിട്ടുള്ള ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയത് സിംപ്ലി സൗത്ത് ആണ്. ചിത്രം ഈ വരുന്ന ജൂൺ മാസം 27 സിംപ്ലി സൗത്തിലോട്ട് ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് മറ്റൊരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. രജപുത്ര എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ വെട്രി, അതുപോലെ തന്നെ പ്രഭു, മൻസൂർ അലിഖാൻ, ഇമാൻ അണ്ണാച്ചി എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഫാമിലി ഡ്രാമ കാറ്റഗറിയിൽ എടുത്ത ചിത്രമായിരുന്നു രജപുത്ര എന്ന് പറയുന്നത്. കഴിഞ്ഞ മാസം തിയേറ്ററിൽ കുഴപ്പമില്ലാത്ത വിജയം നേടിയെടുത്തിട്ടുള്ള ഈ ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയത് നമ്മുടെ സിംപ്ലി സൗത്ത് ആണ്. ചിത്രം ഈ വരുന്ന ജൂൺ മാസം 27 സിംപ്ലി സൗത്തിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു തെലുങ്ക് വെബ് സീരീസിൻ്റെ അപ്ഡേറ്റ് ആണ്. വിരാടപെട്ടളം PC മീന റിപ്പോർട്ടിംഗ് എന്ന് പറയുന്ന ഒരു വെബ് സീരീസിൻ്റെ ഒരു അപ്ഡേറ്റ് ആണ്. നമ്മുടെ അഭിനയ, അതുപോലെ തന്നെ സതീഷ്, ഗൗതം രവി എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു സൂപ്പർ നാച്ചുറൽ മിസ്റ്ററി ത്രില്ലർ കാറ്റഗറിയിൽ എടുത്താവുന്ന ഒരു വെബ് സീരീസാണ് വിരാടപെട്ടളം PC മീന റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. ഈ വെബ് സീരീസ് ഈ വരുന്ന ജൂൺ മാസം 27 മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷയിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നുണ്ട്. C5 സ്ട്രീമിംഗ് ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു വെബ് സീരീസിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തെലുങ്ക് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. സാരി എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ആര്യാദ്യ ദേവി, അതുപോലെ തന്നെ സത്യ യാദവ് എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ച് രാം ഗോപാൽ വർമ്മ കഥ എഴുതിയിട്ടുള്ള ഒരു ചിത്രമായിരുന്നു സാരി എന്ന് പറയുന്നത്. ഒരു ത്രില്ലർ കാറ്റഗറിയിൽ എടുത്ത ചിത്രമായിരുന്നു സാരി എന്ന് പറയുന്നത്. ചിത്രം ഈ വരുന്ന ജൂൺ മാസം 27 ലയൺസ് ഗേറ്റ് OTT പ്ലാറ്റ്ഫോമിലൂടെ മലയാളം,
തമിഴ്, തെലുങ്ക്, ഹിന്ദി എന്നീ ഭാഷയിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് തെലുങ്ക് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഒക്ക പതക്ക പ്രതാരം എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ സായിറാം ശങ്കർ, അതുപോലെ തന്നെ സമുദ്രഗനി, ശ്രുതി സോത്തി എന്നിവർ കേന്ദ്രകഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ആക്ഷൻ ത്രില്ലർ കാറ്റഗറിയിലെടുത്ത ചിത്രമായിരുന്നു ഒക്ക പതക്ക പ്രകാരം എന്ന് പറയുന്നത് ചിത്രം. ഈ വരുന്ന ജൂൺ മാസം 27-ാം തീയതി സൺ നെക്സ്റ്റിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഹിന്ദി മൂവിയുടെ അപ്ഡേറ്റ് ആണ്. റൈഡ് 2 എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ അജയ് ദേവ്ഗൺ, അതുപോലെ തന്നെ രതീഷ് ദേശ്മുഖ്, വാണി കപൂർ, രജത് കപൂർ എന്നിവർ കേന്ദ്രകഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ക്രൈം ത്രില്ലർ കാറ്റഗറിയിലൂടെ തന്ന ചിത്രമായിരുന്നു റൈഡ് 2 എന്ന് പറയുന്നത് ചിത്രം. മെയ് മാസം തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ കുഴപ്പമില്ലാത്ത രുചി നേരിട്ടുള്ള ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കി നെറ്റ്ഫ്ലിക്സ് ആണ്. ചിത്രം ഈ വരുന്ന ജൂൺ മാസം 26-ാം തീയതി നെറ്റ്ഫ്ലിക്സിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നുണ്ട്. ഹിന്ദി ഭാഷയിലൂടെയാണ് ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. മറ്റുള്ള ഭാഷയുടെ അപ്ഡേറ്റ് ഒന്നും പുറത്തു വന്നിട്ടില്ല. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു ഇംഗ്ലീഷ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. സ്റ്റുഡ് ഗെയിം 3 എന്ന് പറയുന്ന ഒരു വെബ് സീരീസിനെ കുറിച്ചൊരു അപ്ഡേറ്റ് ആണ്. ഒരുപാട് പ്രേക്ഷകർ, ഒരു കൊറിയൻ വെബ് സീരീസ് ആണ്, ഒരുപാട് പ്രേക്ഷകർ കാത്തിരിക്കുന്ന ഒരു വെബ് സീരീസ് ആണ് സ്റ്റുഡ് ഗെയിം 3 സീസൺ 3 എന്ന് പറയുന്നത്. അത് കേരളത്തിലായാലും ഇന്ത്യയിലും അതുപോലെ ഇന്ത്യക്ക് പുറത്ത് വിശേഷിച്ച് ഒരുപാട് പേര് കാത്തിരിക്കുന്ന ഒരു കൊറിയൻ വെബ് സീരീസ് ആണ്. ഒരു മിസ്റ്ററി ത്രില്ലർ കാറ്റഗറിയിലെടുത്ത് വന്നൊരു വെബ് സീരീസ് ആണ് സ്റ്റുഡ് ഗെയിം 3 എന്ന് പറയുന്നത്. ഈ വെബ് സീരീസ് ഈ വരുന്ന ജൂൺ മാസം 27-ാം തീയതി നെറ്റ്ഫ്ലിക്സിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നുണ്ട്. ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷയിലൂടെ, അതുപോലെ തന്നെ കൊറിയൻ ഭാഷയിലൂടെയാണ് ചിത്രം അല്ലെങ്കിൽ ഈ വെബ് സീരീസ് സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. സീസൺ 3 ലാസ്റ്റ് പാർട്ടാണെന്നും കൂടി പറയുന്നത് കേൾക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. നെറ്റ്ഫ്ലിക്സിലൂടെ എപ്പോൾ റിലീസ് ചെയ്യുന്ന നോക്കുകയാണെങ്കിൽ മേ ബി ചിലപ്പോൾ നൈറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ലഞ്ച് ടൈമിന്, അതായത് ജൂൺ 27-ാം തീയതി ഉച്ചയ്ക്കായിരിക്കും സ്ട്രീമിംഗ് ആരംഭിക്കുക. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഒരു ചിത്രത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വെബ് സീരീസിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഡിറ്റക്റ്റീവ് ജ്വലൻ എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് നമ്മുടെ ധ്യാൻ ശ്രീനിവാസ്, കോട്ടയം നസീർ, അതുപോലെ തന്നെ റോണി ഡേവിഡ്, സിജു വിൽസൺ എന്നിവർ കേന്ദ്രകഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ധ്യാൻ ശ്രീനിവാസിൻ്റെ കുറിച്ച് കുഴപ്പമില്ലാണ്ട് ഓടിയിട്ടുള്ള ഒരു ചിത്രമായിരുന്നു ഡിറ്റക്റ്റീവ് ജ്വലൻ എന്ന് പറയുന്നത്. ഈ ചിത്രത്തിൻ്റെ കരാർ ആദ്യം നെറ്റ്ഫ്ലിക്സ് ആണ് എടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ഒഫീഷ്യലി അറിയാൻ കഴിഞ്ഞത് ഇപ്പോൾ ആമസോൺ പ്രൈമാണ് ചിത്രം എടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. ചിത്രം ഈ വരുന്ന ജൂലൈ മാസം ഫസ്റ്റ് വീക്ക്, ജൂലൈ 4-ലേക്ക് ചിത്രം ആമസോൺ പ്രൈമിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അവസാനമായിട്ടൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. നരിവേട്ട എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ്. നമ്മുടെ ടോവിനോ തോമസ്, സുരാജ്, ശരൺ എന്നിവർ കേന്ദ്രകഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ട്രൂ സ്റ്റോറി ബേസ് ചെയ്തിട്ടുള്ള ഒരു ചിത്രമായിരുന്നു നരിവേട്ട എന്ന് പറയുന്നത്. കഴിഞ്ഞ മാസം തിയേറ്ററിൽ ചെയ്ത് തിയേറ്ററിൽ കുഴപ്പമില്ലാത്ത വെച്ച് നേരിട്ടുള്ള ഈ ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയുള്ളതെന്ന് ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. സോണി ലീവും അതുപോലെ ജിയോ ഹോട്ട്സ്റ്റാറും ഇതിൻ്റെ ഈ സിനിമയുടെ പിന്നിലുണ്ടെന്നുള്ള ഒരു അപ്ഡേറ്റാണ് കേൾക്കാൻ കഴിഞ്ഞത്. മേ ബി ചിത്രം ഈ വരുന്ന ജൂലൈ മാസം 11-ാം തീയതി സ്ട്രീമിംഗ് ആരംഭിക്കുക, ഏതെങ്കിലും പ്ലാറ്റ്ഫോമിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റ് ഉണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്.